ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ക്രിമിനൽ രാഷ്ട്രീയ ജീവിതം അവസാനത്തോടടുക്കുകയാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളാഹിയൻ. ഇസ്രയേൽ പ്രധാനമന്ത്രി ഉടൻ അധികാരത്തിൽ നിന്ന് പുറത്താകുമെന്നും ഗാസ യുദ്ധം അതോടെ അവസാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നയതന്ത്രം ഈ പാതയിൽ മുന്നേറുകയാണെന്നും അമീർ സൂചിപ്പിച്ചു. ഗാസയിലെ യുദ്ധവും വംശഹത്യയും അവസാനിപ്പിക്കാനുള്ള വഴി വൈറ്റ് ഹൌസിന് നന്നായി അറിയാം. രാഷ്ട്രീയമാണ് മേഖലയിൽ നിലവിലുള്ള പ്രതിസന്ധിയെന്നും അദ്ദേഹം പറഞ്ഞു. ജോർദാനിലെ US താവളത്തിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിന് ശേഷം ഇറാൻ US സംഘർഷാവസ്ഥ മൂർച്ഛിച്ചിട്ടുണ്ട്. ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്നറിയപ്പെടുന്ന സംഘമാണ് ഞായറാഴ്ച ഡ്രോൺ ആക്രമണത്തിൽ 3 US സൈനികരെ കൊലപ്പെടുത്തിയത്. ഡസൻ കണക്കിന് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇറാനാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് അമേരിക്ക ആരോപിക്കുന്നത്. ഇതിന് തിരിച്ചടി നൽകാൻ അറിയാമെന്നും പ്രതികരിക്കുമെന്നും US പ്രസിഡന്റ് ബൈഡൻ പറഞ്ഞിരുന്നു. അതിനിടെ ഗാസയിൽ ഇസ്രയേൽ 4 മാസത്തോളമായി തുടരുന്ന വംശഹത്യയിൽ 11,500 കുട്ടികൾ കൊല്ലപ്പെട്ടതായി ഔദ്യോഗിക കണക്കുകൾ സ്ഥിരീകരിക്കുന്നു. ഇസ്രയേൽ ബോംബുകൾ തകർത്ത കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു വിവരവുമില്ലാതെ അനേകായിരം പേരെ പരിക്കേറ്റ, അതും ഒരിക്കൽ പോലും എഴുന്നേറ്റ് നിൽക്കാമെന്ന പ്രതീക്ഷയില്ലാതെ ആശുപത്രികളിലും തമ്പുകളിലുമായി അതിലേറെ പേർ. ഇതിനൊക്കെ പുറമെയാണ് യൂറോ മെഡിറ്ററേനിയൻ ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ പുറത്തുവിടുന്ന മറ്റൊരു കണക്ക്. മാതാപിതാക്കളെ പൂർണ്ണമായോ ഒരാളെയോ നഷ്ടപ്പെട്ട 24,000-ലേറെ കുരുന്നുകൾ ഗാസയിൽ മാത്രമുണ്ടെന്ന് സംഘടന പറയുന്നു. നട്ടലിന് ക്ഷതമേറ്റ ആശുപത്രി കിടക്കയിൽ ജീവിതത്തിനും മരണത്തിനുമിടയിൽ കഴിയുന്ന 10 വയസ്സുകാരൻ ഇബ്രാഹിം അബു മൂസ അതിലൊരുവനാണ്. അതിനിടെ 17 ലക്ഷം പേർ അഭയാർത്ഥികളായി ഗാസയിൽ മുതിർന്ന ആരും നോക്കാനില്ലാത്ത 19,000 കുട്ടികളുടെ പരിചരണമാണ് ഏറ്റവും വലിയ വേവലാതിയെന്ന് കുട്ടികൾക്കായുള്ള UN സംഘടന യുനിസെഫ് പറയുന്നു. പലരെയും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പെറുക്കിയെടുത്തതാണെന്നും ആരോരുമില്ലാത്തവരാണെന്നും സംഘടനയുടെ പലസ്തീൻ പ്രതിനിധി ജനാഥൻ ക്രിക് പറയുന്നു. ചെറു പൈതലുകൾ പലർക്കും പേര് പോലും പറയാൻ അറിയാത്തതിനാൽ തിരിച്ചറിയാൻ പോലും ദുഷ്കരമായ അവസ്ഥ. ഇസ്രയേൽ സൈന്യം പിന്മാറിയ ശേഷവും സ്കൂളിൽ പ്ലാസ്റ്റിക് ബാഗിൽ പൊതിഞ്ഞ നിലയിൽ നിരവധി പലസ്തീനുള്ള മൃതദേഹങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. വടക്കൻ ഗാസയിലെ സ്കൂളിലാണ് ബുധനാഴ്ച നിരവധി പലസ്തീനുകളുടെ മൃതദേഹം കണ്ടെത്തിയത്. ഹീബ്രു ഭാഷയിലുള്ള എഴുത്തുള്ള പ്ലാസ്റ്റിക് കേബിൾ കൊണ്ട് ബന്ധിച്ച നിലയിലായിരുന്നു മൃതദേഹം വെച്ച ബാഗുകൾ. ബദ്ലേഹിലെ ഖലീഫ ബിൻ സായിദ് എലമെന്ററി സ്കൂളിൽ 30 പലസ്തീനുകളുടെ മൃതദേഹമാണ് കണ്ടെത്തിയതെന്ന് അൽ ജസീറ അറബിക്കും പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഇസ്രയേലി സൈന്യം പ്രദേശത്ത് നിന്ന് പിന്മാറിയ ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയത്. കേബിളുകൾ കെട്ടാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് സിപ്പ് കൊണ്ട് കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ വെച്ച ബാഗുകൾ ഉണ്ടായിരുന്നെന്നും അവശിഷ്ടങ്ങൾക്കിടയിലാണ് അവ കണ്ടെത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നിരവധി പലസ്തീനുകൾ അഭയം തേടിയ സ്കൂളിൽ വെച്ച് തന്നെ അവർ കൊല്ലപ്പെട്ടതാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ഇസ്രയേൽ സൈന്യം സ്കൂളിൽ ബോംബിടുകയും ഉപരോധിക്കുകയും ചെയ്തത്. 2010 മുതൽ യുണൈറ്റഡ് നാഷണൽ റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസിയുടെ പിന്തുണയോടെയാണ് സ്കൂൾ പ്രവർത്തിച്ചിരുന്നത്. സംഭവത്തിൽ ഇസ്രയേൽ സൈന്യം പ്രതികരിച്ചിട്ടില്ലെന്ന് മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്തു. ഗാസ മുനമ്പിൽ നിന്ന് 100-ലേറെ പലസ്തീനുകളുടെ മൃതദേഹം കണ്ടെത്തി കൂട്ടമായി കബറടക്കാനായി റഫേലേക്ക് അയച്ച ശേഷമാണ് പുതിയ സംഭവം. അതേസമയം വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ തലവൻ ഇസ്മയിൽ ഹനിയ പറഞ്ഞു. ഒക്ടോബർ 7 ശേഷം ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ 26,637 പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത്. ഇവരിലേറെയും സ്ത്രീകളും കുട്ടികളുമാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.